ഞാനിപ്പോൾ നിൽക്കുന്നത് പൂഞ്ച് നഗരത്തിന് തൊട്ടടുത്താണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ്, അങ്ങ് ദൂരെ കാണുന്നതാണ് ഈ പൂഞ്ച് നഗരം. അവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏറ്റവും വലിയ ഈ പാകിസ്ഥാന്റെ ഈ ഭീകരമായ ഷെല്ലിംഗ് ഉണ്ടായത്. 13 പേരാണ് ഈ പൂഞ്ച് നഗരത്തിൽ മാത്രം, അതായത് പൂഞ്ചിൽ മാത്രം, പൂഞ്ചില നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള ഗ്രാമങ്ങളിൽ 13 പേരാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഷെല്ലിംഗിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കാരണം ഉറിയിൽ കാര്യമായ തോതിൽ ഈ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയ വീടുകൾക്കൊക്കെ മാത്രമായിരുന്നു നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പൂഞ്ചിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഷെല്ലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് 13 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള പൂഞ്ചിലെ ആ ഗ്രാമങ്ങളിൽ എത്തിച്ചേരുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം ബാലുഗോപാലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. ബാലു, നമുക്ക് പൂഞ്ച് നഗരത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. കാലാവസ്ഥ പ്രതികൂലമായ ഒരു അന്തരീക്ഷമുണ്ടോ? രാവിലെ ബാലുമായി സംസാരിക്കുമ്പോൾ പോകുന്ന വഴിക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എത്രത്തോളം കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെയുള്ളത്? അവിടേക്ക് ഈ പൂഞ്ച് മേഖലയ്ക്ക് ഉൾപ്പെടെ എത്തുമ്പോൾ എന്തൊക്കെ സുരക്ഷാ പരിശോധനകൾ ഉണ്ടായിരുന്നു? ഇപ്പോൾ ജമ്മു കാശ്മീർ സർക്കാരുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. തുടരാം. രതീഷ, വലിയ മഴയായിരുന്നു ഇന്ന് ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. കാരണം തോരാത്ത മഴ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മാത്രമാണ് അല്പമെങ്കിലും ഈ തുള്ളി വേണ്ടി ഈ നമ്മൾ രജോരി പട്ടണം കഴിഞ്ഞതിന് ശേഷം വലിയ മഴയായിരുന്നു നമുക്ക് ഈ മേഖലകളിലൊക്കെ തന്നെ നേരിടേണ്ടി വന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിച്ച സമയത്ത് അവിടെ എത്താൻ വേണ്ടി കഴിയാത്തത്. കനത്ത സുരക്ഷാ പരിശോധനകൾ ഈ ജമ്മുവിന്റെ വിവിധ മേഖലകളിലുണ്ട്. പ്രത്യേകിച്ച് ഈ പൂഞ്ച് രജോരി സെക്ടറിലായിരുന്നു ഈ പാകിസ്ഥാന്റെ പ്രകോപനം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ സുരാൻകോട്ട്, അതുപോലെ തന്നെ മെന്ദാർ തുടങ്ങിയ പല പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകരാണ്. അപ്പോൾ നമ്മുടെ ഈ ID കാർഡ് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ഉൾപ്പെടെയൊക്കെ പരിശോധിച്ചതിന് ശേഷം കടന്നു വരാൻ വേണ്ടി അവർ തയ്യാറായിട്ടുണ്ട്, അവർ സമ്മതിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് നമുക്ക് എത്രത്തോളം പോകാൻ വേണ്ടി കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ നമുക്ക് കഴിഞ്ഞ ദിവസം ഈ ഷെല്ലിങ്ങിൽ കാര്യമായ തോതിൽ ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു. ചില നിയന്ത്രണങ്ങളുണ്ട്. കാരണം ആ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ അതിന്റെ സൗകര്യം ലഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാണുന്ന ദൂരം, അതായത് അങ്ങ് അകലെ കാണുന്നതാണ് ഈ പൂഞ്ച് നഗരം. പക്ഷെ നമ്മൾ ഏതാണ്ട് 10-12 കിലോമീറ്റർ ഇപ്പുറത്താണ് നിൽക്കുന്നത്. ഇനി അവിടേക്ക് എത്തണം. അവിടെ നിന്ന് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തേക്ക് അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോകാൻ വീണ്ടും ഒരു 6-7 കിലോമീറ്റർ നമുക്ക് വീണ്ടും സഞ്ചരിക്കേണ്ടി വരും. പൂഞ്ചിൽ നിന്നാണ് ബി ബാലഗോപാൽ തത്സമയ വിവരങ്ങൾ നൽകുന്നത്. പൂഞ്ച് നഗരത്തിന്റെ ദൃശ്യങ്ങളാണ് പിന്നിൽ കാണുന്നത്. നേരത്തെ രജൌരി നഗരത്തിലും ആ മേഖലയിലും ആയിരുന്നു ബാലഗോപാൽ ഉള്ളത്. കനത്ത മഴയായിരുന്നു, കാലാവസ്ഥ പ്രതികൂലമാണ്. അതേസമയം അതിർത്തിയിൽ സംഘർഷാന്തരീക്ഷമാണ്. പൂഞ്ച് രജൌരി മേഖലയിലാണ് ജനവാസ മേഖലയിലേക്ക് പാകിസ്ഥാന്റെ വലിയ പ്രകോപനം ഉണ്ടായത്. അവിടെ ഇന്ത്യൻ സേന തിരിച്ചടിക്കുകയും ചെയ്തു. നമ്മുടെ സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ക്രമീകരണങ്ങളാണ് ജമ്മു കശ്മീർ സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ നടത്തുന്നത്. സൈനിക വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുമൊക്കെ നടക്കുന്നത്. അതിനിടയിലാണ് ഏത് സാഹചര്യവും നേരിടാനുള്ള സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും അതിർത്തി ഗ്രാമങ്ങളിലും അതിർത്തി മേഖലകളിലും ഒക്കെ ഏർപ്പെടുന്നതും. പൂഞ്ചിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ബാലഗോപാൽ പങ്കുവയ്ക്കുന്നത്.